കൊല്ലം കരുനാഗപ്പള്ളിയിൽ കാണാതായ 7ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാലിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഫയർഫോഴ്സും NDRF സംഘവും സംയുക്തമായാണ് കായലിൽ തെരച്ചിൽ നടത്തുന്നത്. വീടിനടുത്തുള്ള കന്നേറ്റ് കായലിൽ കുളിക്കാൻ പോകവെയാണ് ബിലാലിനെ കാണാതായത്. പോലീസ് അന്വേഷണത്തിൽ കന്നേറ്റ് കായലിന് സമീപത്തു നിന്ന് ബിലാലിന്റെ സൈക്കിളും ജേഴ്സിയും കണ്ടെത്തിയിരുന്നു. ആഷിൻ ഡിയേഗോയുടെ വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്? എന്താണ് പോലീസ് പറയുന്നത്? അശ്വതി, കന്നേറ്റി കായൽ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ തന്നെയായിരിക്കും ഇന്നും ഫയർഫോഴ്സിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുക എന്നുള്ളതാണ്. സ്കൂബ സംഘത്തിന്റെ അടക്കം സഹായത്തോടു കൂടിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന 2 നിർണായക CCTV ദൃശ്യങ്ങളിൽ ഈ ബിലാൽ ഇത്തരത്തിൽ ഈ കായലിന്റെ കരയിൽ വരെ എത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ സൈക്കിളും അതുപോലെ തന്നെ ഈ കുട്ടി 12 വയസ്സുകാരൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കായലിലേക്ക് കുളിക്കാൻ ഇറങ്ങിയ ശേഷം പിന്നീട് ഏത് ഭാഗത്തേക്ക് പോയി എന്നുള്ളതടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഇന്ന് വീണ്ടും ഈ ഒരു തിരച്ചിൽ പുരോഗമിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നും ഈ വസ്ത്രങ്ങൾ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഈ ഒരു പരിശോധന തുടരുക. മാത്രമല്ല, ഈ ഒഴുക്ക് അനുസരിച്ചായിരിക്കും ആ ഭാഗത്തേക്ക് കുട്ടി വേറെ എങ്ങോട്ടെങ്കിലും നീങ്ങി പോകാനുള്ള സാധ്യതയുണ്ടോ, അതോ അവിടെ ഇറങ്ങിയ ശേഷം പിന്നീട് മറ്റു എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇന്നും ഈ കന്നേറ്റി കായൽ കേന്ദ്രീകരിച്ചുള്ള ഈ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുള്ള ഭാഗത്ത് തന്നെയായിരിക്കും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒരു സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. മാത്രമല്ല, നാട്ടുകാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശോധന കൂടി നടക്കുന്നുണ്ട്. അത് ഈ കരയോട് ചേർന്നിട്ടുള്ള മറ്റ് ഭാഗങ്ങളിലേക്കാണ് ഈ ഒരു നാട്ടുകാരുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധന നടക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വസ്ത്രങ്ങളും സൈക്കിളും കണ്ടെത്തിയ ഭാഗത്ത് തന്നെയാണ് ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ശരി, ബിലാലിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ആഷിൻ ഡിയേഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.